ചങ്ങായിമാരെ, നമ്മളെ സംഖ്യയുടെ എല്ലാമായ കാളിയണ്ണന്റെ കാര്യാലോചിച്ചിട്ട് എനിക്ക് ചിരി നിർത്താൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് കാളിയണ്ണനെ അറിയില്ലേ? ഇതാണ് കാളിയണ്ണൻ. നിങ്ങൾക്ക് ടെക്നോളജി ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കുക. അതില്ലല്ലോ. ടെക്നോളജി ഇസ്രായേലിന്റെ കൂടെയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇസ്രായേലിന്റെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. ലൈഫിലെ കാളിയണ്ണന്റെ ഏറ്റവും മോശം സമയത്താണ് കാളിയണ്ണന്റെ വായിൽ നിന്ന് ഈ ടെക്നോളജി എന്നുള്ള വാക്ക് വന്നത്. പലസ്തീന്റെ കയ്യിൽ ടെക്നോളജി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നു. നമ്മളെ കാളിയണ്ണൻ തള്ളിക്കഴിഞ്ഞ ശേഷം നമ്മൾ അൻസാരി ഉസ്താദ് കാളിയണ്ണന്റെ ഈ ടെക്നോളജി എടുത്തോണ്ട് പോയിട്ട് ഊക്കലാണ്. എന്നിട്ട് ഈ സംഭവത്തിനെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് നമ്മളെ കാളിയണ്ണന്റെ പേജിൽ ഒരുപാട് വീഡിയോ ഇട്ടിന്. ഞാൻ ഉദ്ദേശിച്ച ടെക്നോളജി അതല്ല, ഞാൻ ഉദ്ദേശിച്ച ടെക്നോളജി ഇതാണെന്ന് പറഞ്ഞു. പക്ഷെ സംഘികൾ വരെ അത് കാണുന്നില്ല. അതായത് സംഘികളടക്കം വരെ നമ്മൾ കാളിയണ്ണൻ ആ സംഭവം വെളുപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സംഘികളുടെ ഇടയിൽ മാസായി നടന്നിരുന്ന കാളിയണ്ണൻ ഇപ്പൊ സംഘികളുടെ ഇടയിൽ വെറും ആസായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും അൻസാരി ഉസ്താദ് നമ്മളെ കാളിയണ്ണന്റെ ടെക്നോളജിനെ ഇന്നലെയും എടുത്തിട്ട് നോക്കിനി. നല്ല മനോഹരമായിട്ട് തന്നെ നമുക്ക് അൻസാരി ഉസ്താദ് ഇന്നലെ കാളിയണ്ണനെ നോക്കിയ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നല്ലോ. അതിനുശേഷം നമുക്ക് കാളിയണ്ണൻ പറഞ്ഞ ടെക്നോളജി എന്താണെന്ന്, സംഘികൾ ഇന്ത്യക്ക് വേണ്ടി കണ്ടുപിടിച്ച ടെക്നോളജി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം തന്നെ അൻസാരി ഉസ്താദിന്റെ അൾട്ടിമേറ്റ് കാളിയൂക്കിലേക്ക് പോകാം. ടെക്നോളജി ടെക്നോളജി നിങ്ങളെ കൂടെ നിൽക്കാം. അടുത്ത ടെക്നോളജി എന്തുണ്ടേള്ളത് ഉണ്ടെന്നേ. ടെക്നോളജി ഉണ്ടെന്നേ. ഈ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അടിപൊളി ടെക്നോളജി ഞങ്ങളുടെ പിള്ളേരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാ കണ്ടോ? മുതൽക്കൂട്ടാക്കുന്ന കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് പാലക്കാട് കരിമ്പ സ്വദേശിയായ മുഹമ്മദ് അൻസൽ. അയൽ രാജ്യങ്ങളിൽ നിന്നും ഡ്രോൺ ആക്രമണം നടത്തിയാൽ അവ കണ്ടെത്തി തകർക്കുന്ന സാങ്കേതിക വിദ്യയാണ് അൻസൽ വികസിപ്പിച്ചെടുത്തത്. വളരെ കുറഞ്ഞ ചെലവിൽ മികച്ച സുരക്ഷാ സംവിധാനം ഒരുക്കുന്നുവെന്നതാണ് അൻസലിന്റെ കണ്ടെത്തലിന്റെ സവിശേഷത. ഡൽഹി ബിടെക് വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഡ്രോണുകൾ തകർക്കാനുള്ള ടെക്നോളജി നിലവിൽ തന്നെ ഉണ്ട്. പലപ്പോഴും മിസൈലുകളൊക്കെ അയച്ചാണ്. അതിൽ നിന്ന് അൻസലിന്റെ കണ്ടുപിടുത്തം അങ്ങനെ വ്യത്യസ്തമാവുന്നത്. നോർമൽ ഡ്രോൺ ഇന്റർസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രോൺ വരുന്ന സമയത്ത് അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് മിസൈൽ ആയിട്ട് ഇന്റർസെപ്റ്റർ ആയി കാളിച്ചേട്ടനൊക്കെ ഇക്കാലം മാത്രം ജീവിച്ചിട്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വിദ്വേഷം പറയുന്നതിനപ്പുറത്തേക്ക് ഒരു കക്കൂസ് കഴിയുന്ന ബ്രഷ് അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. കണ്ടാ ഞങ്ങളുടെ വളരെ കഴിവുണ്ട. ഞങ്ങളുടെ മദ്രസയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും അവന്റെ അറിവും കഴിവും രാജ്യത്തിന് ഉപയുക്തമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ്. ഇപ്പൊ കണ്ടില്ലേ, മദ്രസയിൽ പഠിച്ചൊരു വിദ്യാർത്ഥി അവന്റെ അറിവും കഴിവും അവന്റെ പ്രതിഭയും രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. ഇനി വേറെ സംഗതി ഞാൻ കാണിച്ചുതരാം. ഇവിടെ ചില ആളുകൾ അവരുടെ അറിവും കഴിവും, പുണ്യപുരാതന സംസ്കാരം എന്ന് പറയുന്നവരുടെ അറിവും കഴിവും. ആദ്യം കാളിച്ചേട്ടന്റെ ചോദ്യം വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ചോദിക്കും എന്തുണ്ടെങ്കിൽ അടുത്തുള്ളത് നിസ്കാരത്തായമ്പ. അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ഗുണമല്ല. നിങ്ങൾക്ക് ടെക്നോളജി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഗുണമുണ്ട്. നിസ്കാര തഴമ്പുകൊണ്ട് ഗുണമുണ്ടോ ഇല്ലെന്ന് തെളിയിച്ചരട്ടെ. ഇതൊന്ന് കണ്ടോ. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അയാൾ നരകിച്ചെന്നെ മരിക്കുള്ളൂ. കോടിയേരി ബാലകൃഷ്ണൻ നരകിച്ച് മരിച്ച പോലെ തന്നെ പിണറായി നരകിച്ചു. കാളിച്ചേട്ടന് ചിന്തിക്കും. തിരുവനന്തപുരം RCCയിൽ കൊച്ചുകുട്ടികളടക്കം 4ഉം 5ഉം വയസ്സുള്ള ചെറിയ കുട്ടികളടക്കം ക്യാൻസർ രോഗികളായ ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ ക്യാൻസർ രോഗം വന്ന് ഏതെങ്കിലും ശാപത്തിന്റെ പേരിലാണോ? ആരെങ്കിലും ശപിച്ചിട്ട് അതിന്റെ പാത്രീഭൂതരായവരാണോ? ചോദിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ എന്നല്ല, ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് ക്യാൻസർ രോഗം ബാധിച്ചിട്ടുണ്ട്. അവരെല്ലാം മരിച്ച് നരകിച്ച് ഏതെങ്കിലുമൊക്കെ ശാപത്തിന്റെ പേരിൽ നരകിച്ച് മരിച്ചവരാണ്. എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? ഇവര് ഏത് സ്ഥലത്ത് പോയാണ് ഇവർക്ക് ഈ ആശയങ്ങൾ കിട്ടുന്നത്? ചോദിക്കാൻ ഞാൻ ആ സംഘടന ഒന്നും പേര് പറയാത്തത് എപ്പോഴും അത് പറയുന്നതിന് അശ്ലീലമായതുകൊണ്ടാണ്. കാളിച്ചേട്ടനെ ചിന്തിച്ചു നോക്ക്. ഈ പുണ്യപുരാതന സംസ്കാരമാണ്, മഹിതമായ സംസ്കാരമാണ്. ഞങ്ങൾ ഹർഷഭാരത സംസ്കാരത്തിന്റെ ആളാണെന്ന് പറയുന്നവരുടെ വായുന്നവരാണ്. മനുഷ്യൻ മരിച്ചു പോയാൽ മനുഷ്യനെ പോലും വെറുതെ വിടില്ല. അയാൾ എന്തൊക്കെ പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും നമുക്ക് രാഷ്ട്രീയപരമായി വിയോജിപ്പുണ്ടെങ്കിലും അവരെ കൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള നന്മ, ഏതെങ്കിലും ഒരാൾക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള മനുഷ്യർ നശിച്ചു പോകട്ടെ എന്നൊക്കെ ഇപ്പരാകുന്നത് ഏത് സംസ്കാരമാണ്? നിങ്ങൾ ചോദിച്ചല്ലേ നിസ്കാരത്തഴമ്പുള്ള ഞങ്ങളെ ഏതെല്ലാം ആളുകൾ ചോദിക്കുന്നു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സുരേന്ദ്രൻ ജി തന്നെ അദ്ദേഹത്തിന്റെ ചായക്കകത്ത് ഈച്ച വീണാൽ അദ്ദേഹം മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തും. അദ്ദേഹം ശൗചാലയത്തിലേക്ക് കയറിയിട്ട് അവിടെ വെള്ളമില്ലെങ്കിൽ ആ വെള്ളം മുസ്ലിം ടാഗ് തുറന്നു വിട്ടാണെന്ന് പറയും. ഇങ്ങനെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടു സുരേന്ദ്രൻ നശിച്ച് പണ്ടാരമടങ്ങട്ടെ എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും നരകിച്ച് ചത്തതുപോലെ രസിത പാലക്കുല ആരെങ്കിലും നശിച്ചു പോട്ടെ എന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞത് ഇല്ല, പറയത്തില്ല. ഇവിടെ RSSന്റെ നേതാക്കന്മാർ, ഇവിടെ ക്രിസ്തംഖികൾ, ഞങ്ങൾ അവരോടൊക്കെ ദാർശനികമായാണ് ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ അവരോടൊക്കെ സമ്മതിക്കുന്ന മാന്യമായാണ് അല്ലെ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രാകുകയും ശപിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ നരകിച്ചാണ് ചാകുന്നത്, നരകിച്ച് ചാവട്ടെ. ഇപ്പൊ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ വിശ്വാസികളല്ലാത്തവരെല്ലാം നശിക്കട്ടെ. ഇങ്ങനെ ഇതാണ് നിസ്കാരത്തഴമ്പുള്ളവന്റെ ഗുണം. ആ നിസ്കാരത്തഴമ്പിന്റെ സ്ഥാനത്ത് ഒരു ചന്ദനക്കുരി തൊടുമ്പം അതിനൊരു മഹത്വം ജനങ്ങൾ കാണണമെങ്കിൽ വായിൽ നിന്ന് വരുന്നത് ഈ നെറ്റിത്തടത്തിൽ ഈ ഒരു യഥാർത്ഥ ഹൈന്ദവന്റെ അടയാളം ഈ നെറ്റിത്തടത്ത് കാണുമ്പോൾ അവന്റെ നാവിൽ നിന്ന് വരണം. ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താ പഠിക്കാനുള്ളത്? അപ്പം നിസ്കാരത്തഴമ്പുള്ള ഗുണം പറഞ്ഞത് അങ്ങനെ ഒരു വർത്തമാനം ഞങ്ങളുടെ ആരും വായിന്ന് വന്നിട്ടില്ല. ടെക്നോളജിയാ വന്നിട്ടില്ല. ചേട്ടന് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാം ഇങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലായാൽ മതി. ഓക്കെ, ഇനി ഒന്നും കൂടെ ചോദിക്കുകയാണ്. ഒന്ന് വിഷമം തോന്നരുത്. ഉണ്ടോ? ഇല്ല, അതുണ്ടോന്ന്. ഏത്? നിങ്ങൾക്ക് ടെക്നോളജി ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കുക. അതില്ലല്ലോ. ടെക്നോളജി ഇസ്രായേലിന്റെ കൂടെയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇസ്രായേലിന്റെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. കാരണം നീ പുലിയാടാ.
ഈ വീഡിയോയിലെ ലാസ്റ്റ് വേറൊരുത്തനെ കാണിക്കുന്നില്ല, വേറൊരു വട്ടാവളിയൻ. ഓൻ കാളിയണ്ണന്റെ വേറൊരു പതിപ്പാണ്. ഓന്റെ പേരാണ് ഞാൻ ഭാരതീയൻ. ഓൻ എന്നെ സംശയമാണ് ഓൻ ഭാരതീയനാണോന്ന്. എന്നിട്ട് ഓന്റെ പേര് തന്നെ ഓൻ ഭാരതീയൻ ഇട്ടിട്ടുള്ളേ. ഇവനും നമ്മളെ കാളിയണ്ണനെ പോലെ തന്നെ കുറെ പൊട്ടത്തര വീഡിയോസ് ഇട്ടിട്ട് സംഖ്യകളെ പറ്റിക്കലാണ്. നമുക്ക് തൽക്കാലം അവനെയും ഒഴിവാക്കാം. ഇനി ഉസ്താദ് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. നമ്മളെ കാളിയണ്ണം പറഞ്ഞ സംഖ്യകൾ കണ്ടുപിടിച്ച ഭാരതത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി സംഖ്യകൾ കണ്ടുപിടിച്ച ടെക്നോളജി എന്താണെന്നറിയാം? ഓരോ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഹിന്ദുക്കളെ നാറ്റിക്കുക എന്നുള്ളതാണ് ഈ കാളിയണ്ണം പറഞ്ഞ ടെക്നോളജി. അതായത് വിമാനം കണ്ടുപിടിച്ചത് നമ്മളാന്ന് പറഞ്ഞ് കുറെ സംഖ്യകൾ നടക്കുന്നുണ്ടല്ലോ. നമ്മളെ പുരാണത്തിൽ പറഞ്ഞ പുഷ്പക വിമാനം ഉണ്ടല്ലോ, അതുകൊണ്ട് വിമാനം കണ്ടുപിടിച്ചത് നമ്മളാന്നും പറഞ്ഞ് ഹിന്ദുക്കളെ നാറ്റിക്കുന്ന ടെക്നോളജിയാണ് ഈ സംഖ്യകൾ കണ്ടുപിടിച്ച ആദ്യത്തെ ടെക്നോളജി. അങ്ങനെ എത്ര ടെക്നോളജി ഉസ്താദിന് അറിയാത്ത എത്ര ടെക്നോളജി സംഖ്യകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അറിയാം. അതിൽ അവസാനമായി കണ്ടുപിടിച്ച ടെക്നോളജിയാണ് കൊറോണ വന്നപ്പോ കൈയടിച്ചാൽ മതി, പാത്രം കൊട്ടിയാൽ മതി എന്നും പറഞ്ഞ് മൊത്തം ഇന്ത്യക്കാരെ നാട്ടിച്ച ടെക്നോളജിയില്ലേ, അതും സംഖ്യകൾ കണ്ടുപിടിച്ച ടെക്നോളജിയാണ്. പിന്നെ കണ്ടുപിടിച്ച ടെക്നോളജിയാണ് ചാണകം തിന്നുകഴിഞ്ഞാൽ എല്ലാ രോഗവും വിത്ത് ക്യാൻസർ അടക്കം മാറുന്ന പറഞ്ഞ ഏറ്റവും വലിയ ടെക്നോളജിയും ഈ സംഖ്യകൾ കണ്ടുപിടിച്ച ടെക്നോളജിയാണ്. അങ്ങനെ എത്ര ടെക്നോളജി ഉസ്താദ് കേരളത്തിലായതുകൊണ്ടാണ്. ഉത്തരേന്ത്യയിലാണെങ്കിൽ ഇവരുടെ പല ടെക്നോളജിയും കണ്ടിട്ട് ഉസ്താദിന്റെ തന്നെ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ടാവും. പുതിയ ടെക്നോളജിയുടെ ഭാഗമായി ഇവർ ഉത്തരേന്ത്യയിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൂട്ടി, പലന്നല്ല ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൂട്ടി. എന്തിനാന്നറിയാം? പുതിയ ടെക്നോളജി പഠിപ്പിക്കാൻ വേണ്ടിട്ട്. അതായത് സംഖ്യയുടെ ഒരേ ഒരു ആയുധമായ അന്ധവിശ്വാസം പഠിപ്പിച്ചിട്ട് ആ കുട്ടികളുടെ മനസ്സിലേക്കെല്ലാം വർഗീയത കുത്തിക്കയറ്റി കഴിഞ്ഞാൽ ഇവരെന്ത് ചെറ്റത്തരം കാണിച്ചാലും ചോദ്യം ചെയ്യാൻ വേണ്ടി ആരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ചോദ്യം ചെയ്യാത്ത ഒരു പുതു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് സംഖ്യകൾ കണ്ട പുതിയ ടെക്നോളജി. പിന്നെ ഇവർ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ടെക്നോളജി എന്താണെന്നറിയാം? മുൻ ഭരണത്തിൽ പല നേതാക്കന്മാർ ഇന്ത്യക്കായി നൽകിയ ഒരുപാട് നല്ല ടെക്നോളജി ഉണ്ടല്ലോ, ആ ടെക്നോളജി എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വിൽക്കുക. അങ്ങനെ സ്വന്തമായി ഒന്നുമില്ലാത്ത രാജ്യമായിട്ട് ഇന്ത്യയെ രോഗരാജ്യങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തുക. അതാണ് നമ്മളെ സംഖ്യകളുടെ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ടെക്നോളജി. അതിന്റെ ഭാഗമായി സ്വന്തമായി ഫ്ലൈറ്റ് ഇല്ലാത്ത രാജ്യമായി നമ്മൾ ഇന്ത്യയെ ഈ സംഖ്യകൾ ഉയർത്തിക്കാട്ടി. എന്തിനും നമ്മുടെ റെയിൽവേ പോലും സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കുകയാണ് നമ്മുടെ ഈ സംഖ്യകൾ. അങ്ങനെ എന്തൊക്കെ ടെക്നോളജികളാണ് നമ്മളെ സംഖ്യകൾ കണ്ടുപിടിച്ചത്. ഉസ്താദ് അതൊന്നും അറിയാത്തത് കൊണ്ടാണ്. ഇത്രയൊക്കെ ടെക്നോളജി കണ്ടുപിടിച്ചാലും കാളിയണ്ണന്റെ സംഖ്യകൾക്കും വേറൊരു ടെക്നോളജിന് ഇപ്പോഴും ഭയമാണ്. ചോദ്യത്തെ നേരിടുക, ചോദ്യം കേൾക്കുക എന്ന ടെക്നോളജിയെ സംഖ്യകൾക്ക് ഇപ്പോഴും ഭയമാണ്. അതുകൊണ്ട് അൻസാരി ഉസ്താദ് മനസ്സിലാക്കേണ്ടത് കേരളത്തിലല്ല സംഖ്യയുടെ ടെക്നോളജി. സംഖ്യയുടെയും നമ്മളെ കാളിയണ്ണന്റെയും ടെക്നോളജി മൊത്തം ഉത്തരേന്ത്യയിലാണ്. കണ്ടാ തീരാത്ത, കേട്ടാ മതിയാകാത്ത അങ്ങനെ എത്ര ടെക്നോളജി നമ്മളെ സംഖ്യകൾ ഉത്തരേന്ത്യയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നമ്മൾ ഇന്ത്യയും അതിന്റെ ഇടയിലൂടെ നമ്മൾ ഹിന്ദുക്കളെയും നാറ്റിക്കുക എന്നുള്ളതാണ് ഈ കാളിയണ്ണന്റെ ടീം കണ്ടുപിടിച്ച ഏറ്റവും വലിയ ടെക്നോളജി. അതുകൊണ്ട് കാളിയണ്ണന്റെ ടെക്നോളജിയെ തോപ്പിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടാവൂല ഉസ്താദെ, നമ്മളെ കൊണ്ടാവൂല. അപ്പൊ അന്വേഷിക്കപ്പെടുന്ന എല്ലാവർക്കും എന്റെ അൻസാരി ഉസ്താദിനും എന്റെ ഒരു നല്ല സുലാൻ.